എം മണിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച ഇടുക്കി ജില്ലയിൽ 22-ന് CPM ഹർത്താൽ ആചരിക്കും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അഞ്ചേരി ബേബി വധക്കേസിൽ പുലർച്ചെ 5:45-ന് തൊടുപുഴ ഡിവൈഎസ്പി ആന്റണി തോമസിന്റെ നേതൃത്വത്തിൽ കുഞ്ചിത്തണ്ടിയിലെ വീട്ടിൽ നിന്നാണ് മണിയെ അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ മണിയെ ഡിസംബർ 4 വരെ റിമാൻഡ് ചെയ്ത് പീരുമേട് സബ് ജയിലിലേക്ക് അയച്ചു. മണി സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതികൾ തള്ളി. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും. മണിയുടെ അറസ്റ്റ് വാർത്തയറിഞ്ഞ് വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. പുലർച്ചെ 7 മണിക്ക് ഇടവെട്ടിയിൽ CPM പ്രവർത്തകർ പ്രകടനം നടത്തി. തൊടുപുഴ നഗരത്തിൽ CPM പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം നടന്നു. പ്രകടനത്തിന് KP മേരി, VV മത്തായി, TR സോമൻ, KR ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. മണിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM തൊടുപുഴ ഏരിയ സെക്രട്ടറി VV മത്തായി പറഞ്ഞു. PT തോമസ് MPയുടെയും റോയി K പൗലോസിന്റെയും പിന്തുണയോടെ CPM പ്രവർത്തകർക്കെതിരെ BJP ജില്ലയിലെമ്പാടും അക്രമം അഴിച്ചുവിടുകയായിരുന്നു. മണിയെ അറസ്റ്റ് ചെയ്തത് ജില്ലയിൽ CPMനെ തകർക്കാമെന്ന വ്യാമോഹം നടക്കില്ല. ഇത്തരം നടപടികൾ കൊണ്ട് കോൺഗ്രസും UDFും സംസ്ഥാനത്ത് രക്ഷപ്പെടുകയില്ല. അറസ്റ്റിനെതിരെ ശക്തമായ പ്രതിഷേധം ഹർത്താലിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ നുണപരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള അറിയിപ്പ് ലഭിച്ചതിന് ശേഷവും അതിന് മറുപടി കൊടുത്തതിന് ശേഷവും കഴിഞ്ഞ 3-4 മാസമായി മണിസഖാവ് പൊതുജനങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി 2 ദിവസം ഈ തൊടുപുഴ പട്ടണത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പത്രം ചേർക്കൽ ദേശാഭിമാനി പത്രത്തിൻ്റെ പ്രചരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് സമയത്തും പോലീസിന് വിളിക്കാമായിരുന്നു. വെളുപ്പിന് 4 മണി 5 മണി സമയത്ത് കുടുംബാംഗങ്ങളെ പോലും ഭയപ്പെടുത്തുന്ന രൂപത്തിൽ വീട്ടിൽ പോയി ഒരു അറസ്റ്റ് നാടകം നടത്തി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. മണിസഖാവ് ഒരു ഭീകരനല്ല. കഴിഞ്ഞ 45 വർഷത്തിലേറെയായി ഇടുക്കി ജില്ലയിലും അതുപോലെ കോട്ടയം ജില്ലയിലും പൊതുപ്രവർത്തനം നടത്തി ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളയാളാണ്. ഇപ്പോൾ ഇന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിലെമ്പാടും ഉയർന്നു വന്നിട്ടുള്ള പ്രതിഷേധം, സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രതിഷേധം, അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല, മറ്റ് പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളോട് യോജിക്കാത്ത നിരവധിയായിട്ടുള്ള സംഘടനകൾ ഉൾപ്പെടെ ഈ കിരാതമായിട്ടുള്ള നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ കേരളത്തിൽ UDF ഗവൺമെൻറ് ഇന്ന് അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി, കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള പ്രതിസന്ധി, ജില്ലയിൽ ഉയർന്നു വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ പട്ടയത്തിൻ്റെ പ്രശ്നം, ലേലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ തന്നെ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന, കേസിൽപ്പെടുത്തി തകർക്കാൻ ശ്രമിക്കുമ്പോഴും തികഞ്ഞ ഇച്ഛാശക്തിയോടുകൂടി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന സഖാവ് മണിസഖാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി നടക്കുന്ന നീക്കം ഇടുക്കി ജില്ലയിലെയും കേരളത്തിലെയും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം നടപടികൾ കൊണ്ടൊന്നും
ഇടുക്കി ജില്ലയിൽ കോൺഗ്രസും കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയും എത്തിച്ചേർന്നിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാൻ അവർക്ക് സാധ്യമല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ ഇടുക്കി ജില്ലയിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തികച്ചും സമാധാനപരമായി ഹർത്താൽ നടത്തുന്നതിന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തൊടുപുഴയിലും ഈ ഹർത്താൽ തികച്ചും സമാധാനപരമായി പൂർണ്ണ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്.